നമസ്കാരം. ശശി തരൂരിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയപ്പോൾ മികച്ച രീതിയിൽ പരിഗണിച്ച് ബി.ജെ.പി. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേണിംഗ് ബോഡി തിരഞ്ഞെടുപ്പിലാണ് സ്ഥലം എം.പി. കൂടിയായ ശശി തരൂരിന് വേണ്ടി ബി.ജെ.പി. മാറിക്കൊടുത്തത്. കഴിഞ്ഞ ഗവേണിംഗ് ബോഡിയിൽ ബി.ജെ.പിയുടെ ഉമേഷ് ജി യാദവ് എം.പി. ആയിരുന്നു ബി.ജെ.പിയുടെ പ്രതിനിധി. ലീഗിലെ ഇ.ടി. മുഹമ്മദ് ബഷീർ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇത്തവണ ശശി തരൂരിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയത്. പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി കോൺഗ്രസ് പിന്തുണയോടെയാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ പത്രിക നൽകിയത്. സ്വന്തം മണ്ഡലത്തിലെ അഭിമാനമായ സ്ഥാപനത്തിൽ നിലവിലുള്ള പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ ശശി തരൂരിന് അതൃപ്തിയുണ്ടായിരുന്നു. കീഴ്വഴക്കമനുസരിച്ച് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഓരോ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനാണ് കഴിയുക. നിലവിൽ ബി.ജെ.പിയുടെ പിന്തുണയോടെ ശശി തരൂരും പ്രതിപക്ഷ പ്രതിനിധിയായി ഇ.ടി. മുഹമ്മദ് ബഷീറും ഗവേണിംഗ് ബോഡി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗവേണിംഗ് ബോഡിയിലേക്ക് മത്സരിച്ച 3 സ്വതന്ത്ര എം.പിമാർ പത്രിക പിൻവലിച്ചിരുന്നു. ഇ.ടി. മുഹമ്മദ് ബഷീറിന് വേണ്ടി മുസ്ലിം ലീഗ് രംഗത്ത് വന്നതോടെയാണ് തരൂരിന് വേണ്ടി ഇ.ടിയെ കോൺഗ്രസ് പിന്തുണച്ചത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ് ശശി തരൂരിനോട് ഇ.ടിക്ക് വേണ്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത്. തന്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് തരൂർ മാറി നിൽക്കേണ്ട ഘട്ടത്തിൽ തന്റെ അതൃപ്തി കോൺഗ്രസ് നേതാക്കളെ തരൂർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയ ബി.ജെ.പി. ദേശീയ നേതൃത്വമാണ് ഇടപെടൽ നടത്തി തരൂരിനെ പിന്തുണച്ചത്. ബി.ജെ.പിയുടെ നോമിനിയായി തരൂരിനെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് ഒരാളും ഭരണപക്ഷത്ത് നിന്ന് ഒരാളുമായിരുന്നു സാധാരണ കീഴ്വഴക്ക പ്രകാരം ഗവേണിംഗ് ബോഡിയിലേക്ക് വരാറുള്ളത്. തരൂരിനെ വിജയിപ്പിക്കാൻ പിന്തുണ നൽകിയത് ബി.ജെ.പിയുടെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്ന് വരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ബി.ജെ.പി. പ്രതിനിധിയായ സുരേഷ് ഗോപി വിജയിച്ചിട്ടും അദ്ദേഹത്തെ പരിഗണിക്കാതെ യു.ഡി.എഫ്. ലോക്സഭാ പ്രതിനിധിയെ ബി.ജെ.പി. പിന്തുണച്ചതിന്റെ പിന്നിലെ രഹസ്യം അന്വേഷിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും. തരൂരിന്റെ രാഷ്ട്രീയ നീക്കത്തിന്റെ മാറ്റമാണോ ഇതെന്നും സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ CH സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇ.ടി. മുഹമ്മദ് ബഷീർ ആയതിനാൽ കൂടുതൽ ഇടപെടലുകളുടെ ആവശ്യമുണ്ടെന്നാണ് ഇ.ടിയെ ഈ പദവിയിലെത്തിക്കാൻ ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്.